ആരവിടെ മാറി കളിക്കില്ലല്ലോ. ഏതാ താത്ത? താളം പെണ്ണറ്റിയാളാ. മോനെ നിക്ക് നീ ലക്കോടിലൊന്ന് പേര് എഴുതി കാണിച്ചാ. എന്താണ് താത്ത? ഇതൊന്ന് പേര് എഴുതി കാണിച്ചാ. ലക്കോടിയിലാ? അച്ഛനെ താത്ത എനിക്ക് മലയാളം അറിയില്ലല്ലോ. ഇംഗ്ലീഷ് എഴുതിയാ മതി മോനെ. ഇംഗ്ലീഷിലാ? എന്താ താത്ത എനിക്ക് മലയാളം അറിയാത്ത ഞാൻ എങ്ങനെ താത്ത ഇംഗ്ലീഷിൽ എഴുതാ? ആദ്യം മലയാളം അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാ? എന്താ പൊട്ടനാണല്ലേ? എന്തെങ്കിലും പറഞ്ഞാ? മോനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇമ്മക്ക് ഇന്നെ പഠിപ്പിക്കാനില്ലേ? ഞാൻ പഠിക്കണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കായിരുന്നു. മലയാളം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ താത്ത പറഞ്ഞപ്പോ എഴുതാൻ പറ്റില്ലല്ലോ. ഇമ്മാനോട് പോയി ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ ഇമ്മക്ക് ഇന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇമ്മാന്റെ കാര്യം ഞാൻ കുടുങ്ങി. ഇമ്മ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇമ്മ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചല്ല, മലയാളം പഠിപ്പിച്ചില്ല, ഇംഗ്ലീഷും പഠിപ്പിച്ചില്ല. ഇപ്പൊ ചോറ് വേണ്ട, ചായ വേണ്ട. ഞാൻ കുടുങ്ങില്ലേ? എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനോ മലയാളം പഠിപ്പിക്കാനോ? ഊര് തണ്ടിട്ട് ആൾക്കാരെ വാക്കും കേട്ടിട്ട് ആർക്ക് വന്നാലുണ്ടല്ലോ എല്ലാതും കഴിഞ്ഞു. ഓനിക്കിപ്പോ ഇംഗ്ലീഷ് പഠിക്കണം. ചെന്നാണ് വർത്താനം പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഇംഗ്ലീഷുകാരൻ വന്നിക്കണത്. എടാ ഇനിയിപ്പോ ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്? വല്ല പണിക്ക് ചെക്കനക്ക് പോയിക്കൂടാ. തമ്പുരാനെ ചെക്കനക്ക് ഓരോരോ ദിവസം ഓരോരോ ശീലങ്ങളാണ്. അതെങ്ങനെ ഇങ്ങനെ നടക്കല്ലേ? ഒരു ഇംഗ്ലീഷുകാരൻ വന്നിക്കണേ. നേരില്ലാത്തോണ്ടാണ് ഇമ്മ കൊറേ അടുക്കളയിൽ പണിയുണ്ട്, ഒന്ന് സഹായിക്കാനോ അതിന് നമുക്ക് പറ്റൂല. എന്ത് പറഞ്ഞാലും ഉണ്ടാകാതെ കിടന്നോ? എല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിക്കാണ്ടി വന്നിട്ടും എന്തൊക്കെ പണിയാണ് കിടക്കുന്നത്. അങ്ങോട്ട് പോയിട്ടില്ല ഭർത്താവിനെ. അതറിയാവുന്നു രാവിലെ തന്നെ ചെക്കനാണെങ്കിൽ ഒരു പണിയും ചെയ്തില്ല. പണിയാണെങ്കിൽ തീർന്നോട്ടില്ല റബ്ബേ. അങ്ങോട്ട് പോണെങ്കിൽ എല്ലാവർക്കൊക്കെ പോണം റബ്ബേ. ചെക്കൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ റബ്ബേ. ഇതാ ചെയ്യാ. എല്ലാതും കഴിഞ്ഞ് പോകുന്നൊരു ഇംഗ്ലീഷ് ആശയം നമുക്ക് അടുത്ത വരിക്ക് വേണം. പായി കണ്ടാലേ അപ്പ പറഞ്ഞു പറഞ്ഞിട്ടേ എല്ലായിടത്തും തിന്ന ഞാൻ പോകണക്ക് തീരെ നേരല്ലേ. ഞാൻ പോകട്ടാ. എന്താ എന്റെ കജ്ജി കിട്ടേണ്ടത്? ചെക്കൻ ഓരോന്ന് പറഞ്ഞ് മൂച്ചിമ കയറ്റി. ചെക്കനിക്ക് പെണ്ണെട്ടല് കഴിഞ്ഞ് ചെക്കനിക്ക് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം. ഇജാണ് അന്നോട് ഞാൻ എന്ത് തെറ്റാണ് വാവാ ചെയ്തിരിക്കുന്നത്? ഇന്റെ ഒരു മോനെ പോലല്ല അന്നേ കണ്ടിട്ടുള്ളത്. ഇജി ഇനി ചെക്കൻ ഓരോന്ന് മൂപ്പിച്ചിട്ട് ചെക്കൻ ഇംഗ്ലീഷ് പഠിക്കണല്ലേ? അല്ല താത്ത അതിന് കുഞ്ഞാപ്പുണ്ടവിടെ? പറഞ്ഞിട്ട് മൂച്ചിമ കയറ്റി വിട്ടതല്ലേ? ഞാനോ? ഇജല്ലേ? ഞാൻ അവനൊന്ന് കണ്ടിട്ടേനില്ല. അല്ല താത്ത അല്ല താത്ത ഞാൻ അവനെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നോണ പറയല്ല. ചെക്കനിക്ക് എന്നോട് പറയാ എന്റെ വാവാ നേരല്ല എന്നാലും പറയാ. ചെക്ക ഇപ്പതാ വന്നിക്കണ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. നേരെ ചുക്ക മലയാളം അറിയില്ല അവനക്ക്. ആ ചെക്കനിക്ക് ഇംഗ്ലീഷ് മലയാളം കൂടി പഠിക്കണത്രേ. ആ പിരാന്തി നടക്കാണ്. ഞാന് എന്നോട് പറയാ നബിസാത്താടക്ക് പോണം. നബിസാത്താടക്ക് പോണം. പാശ്ചാത്താടക്ക് പോയിട്ട് കൊറേ അയക്കണ്. നബിസാത്താടെ പോയിന് ആദ്യം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ നബിസാത്താന്റെ അമ്മ ഉണ്ടല്ലോ തള്ളക്ക് കിടന്ന് ഭ്രാന്തളകും. തള്ള ഭയങ്കര തള്ളന്നെട്ടാ. അവിടെ കുറച്ച് ശരിയായില്ല. നനച്ചുകൂടിയാണ് ഇവിടെ തുറക്ക് നോമ്പൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ ആയാ പറ്റൂല. ഒരു വീട്ടിൽ മടുപ്പില്ലാതെ അകത്ത് കയറാൻ പാടില്ല. നോമ്പാണ് കാലം വരുന്നത്. ഞാൻ ഇന്നും തന്നെ തുടങ്ങിയല്ലോ അവിടെ. ഇന്ന് നാളെ പോയിട്ട് നിക്ക. നാളെ പോണില്ല. കാരണം അവിടെ മരയോളൊക്കെ ഇങ്ങനെ പമ്പരം വായിക്കായിരുന്നേ. മോളോടാവുമ്പോ അതൊന്നും നടക്കൂലല്ലോ. വലിയ അധികാരിയായി നിക്കാണ്. എന്നോട് പറയാൻ പാവാണ് ആ മരിയോളെ.
ഇട്ടിട്ട് എന്തൊക്കെ കാട്ടിക്കണത്. തള്ളക്കൊരു ഉള്ള കഞ്ഞിഞ്ഞാളും കുടിച്ച് മക്കളെ ആൺകുട്ടികളൊപ്പം നിൽക്കണ ആ സുഖം കിട്ടുക. അതൊക്കെ ശരിയാണ്. തള്ളക്ക് ഇവിടെ നോക്കുമ്പോ ഇവിടെ വലിയ സുഖം ചേർന്നിട്ട് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് കുറച്ചെടുത്താൽ ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പൊ മോളോടൊന്ന് പോണില്ല. മോളൊന്നും ഈ നബീസാത്താക്കണ്ട ഒരു മരുവോള് കഴിഞ്ഞിട്ട് പമ്പരം പഠിപ്പിക്കാണ്. ഇമ്മയും മോള് കൂടിയും തുടങ്ങിയിരിക്കുകയാണ്. കുറ്റം പറയല്ലേ, ഞാൻ കാണുന്നതാണ്, ഞാൻ ദിവസം കാണുന്നതാണ് കേട്ടാ. ഈ നബീസാത്താക്കിന് എന്നോട് പറയാം, നബീസാത്താന്റെ മക്കള് വന്നിട്ടുണ്ടെങ്കിൽ ഈ തള്ള ആ മക്കളെ എടുക്കലും പൊരിക്കലും ഉണ്ടാക്കലും ആ മരിയോളെ കണ്ടൂടെ തള്ളക്ക്. ഈ തള്ളന്റെ വിചാരം ഈ മരിയോളെ മോന് തള്ളന്റെ നബീസാത്താന്റെ മോന്റെ മക്കളല്ലേ. പെൺകുട്ടികളെ വരുമ്പോണ്ട് തള്ള കിടന്നിട്ട് അല്ല അതില്ല ഇതില്ല എന്തൊക്കെ കാട്ടി കൊടുത്തറേ. ഞാൻ മോനെ കണിയുമ്പത്തിനും പറയില്ല, റമളാൻ മാസമാണ് നമുക്കത് പറയാൻ പാടില്ല. പടത്തോടെ ശിക്ഷ കിട്ടുള്ളൂ. അതോട് ഞാൻ ഒന്നും പറയണേ. അതിനെ പറ്റി ഒന്നും പറഞ്ഞ തള്ളാരല്ലേ. ഞാൻ ആയിക്കോട്ടെ.